തനി മലയാളി ഫ്ലേവേഴ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നമ്മുടെ നാടൻ റോബസ്റ്റ പച്ചക്ക കൊണ്ടൊരു പുഴുക്കുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഷുഗറും പ്രശ്നം, ഷുഗറാണ് മെയിൻ പ്രശ്നം. ഷുഗറുകാർക്ക് പഴം കഴിക്കരുതെന്നാണ്. പക്ഷേ റോബസ്റ്റ പഴം കഴിക്കാമെങ്കിലും പച്ചയ്ക്ക് ഇത് നമ്മുടെ കൊല കൊടുത്തു കഴിഞ്ഞാൽ വലിയ പൈസ കിട്ടത്തില്ല. അപ്പോൾ അതെങ്ങനെ തോരൻ വെച്ചും അല്ലെന്നുണ്ടെങ്കിൽ മെഴുക്കുവരട്ടി വെച്ചും ഇങ്ങനെയൊക്കെയാണ് തീർക്കുന്നത്. ഇനി ഞാനൊരു നാടൻ പുഴുക്ക്, സാധാരണ ചക്കപ്പുഴുക്ക് വെക്കുന്നത് പുഴുക്ക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ഞാനിപ്പോൾ തൊലി കളഞ്ഞ് റോബസ്റ്റയുടെ കരിന്തൊലി, അതായത് പുറംതൊലി മാത്രമേ കളയുന്നുള്ളൂ, അത് പൊളിച്ചിട്ടില്ല. പുറംതൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു പടലയുണ്ട്, ഞാൻ നിങ്ങൾ കണ്ടു കാണും കുറേ നിന്ന് നടക്കുന്നത്. അതിലേക്ക് ചേർക്കേണ്ട വിഭവം ഒരു അരമുറി തേങ്ങ ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട്, സ്വല്പം കറിവേപ്പില, ഒരു 3 പച്ചമുളക്, ഒരു 7 ഇല്ലി വെളുത്തുള്ളി, 5-6 ചുവന്ന ഉള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് ഇതിൻ്റെ ചേരുവകൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതൊന്ന് അരിഞ്ഞ് പാത്രത്തിലേക്ക് ആക്കുകയാണ്. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ ആദ്യം ഞാൻ വേവിക്കാനായിട്ട് ഒരു ഇഡ്ഡലിക്കുട്ടുമാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു 1/4 ഭാഗം വെള്ളം വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇത് വെന്ത് വരട്ടെ. വെന്ത് വരാനായിട്ട് നമ്മളിത് അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഇത് വെന്തിരിക്കും. 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കായ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല നിങ്ങൾ കണ്ടതാണ്. തേങ്ങായും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ചുവന്നുള്ളിയും കൂടെ നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കാതെ ഒരു 2-3 കറക്കം കൊണ്ട് കിട്ടുന്ന ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് സാധാരണ പുഴുക്ക് ചേർക്കുന്ന പോലെ ചേർത്തൊന്ന് ആവിയിൽ അരപ്പൊന്ന് വെന്തതിന് ശേഷം ഇളക്കി കുഴച്ചെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ പുഴുക്കിൻ്റെ കാര്യങ്ങൾ. കാരണം ഇതെന്ന് വെച്ചാൽ ഷുഗറുകാർക്കും മറ്റുള്ള അസുഖക്കാർക്കും എല്ലാം കഴിക്കാം. പഴുത്ത പഴം കഴിക്കാൻ ഷുഗറുകാർക്ക് സാധിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ റോബസ്റ്റ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല, അതായത് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത് ഒന്നിട്ട് മേളിലൊന്ന് പരത്തി വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ആവിയിലൊന്ന് വെന്തതിന് ശേഷം നമുക്ക് കൂട്ടി ഒലിപ്പിക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് ഒരുവിധം വെന്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഉപ്പ് ആദ്യം ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർത്തത്. നല്ലപോലെ കുഴച്ച് എടുക്കാൻ പോയാണ്. പാകത്തിന് വെള്ളം വെച്ചതുകൊണ്ട് നമുക്കത് വെന്ത് കിട്ടി. ഇല്ലെങ്കിൽ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിവാക്കാം. എങ്കിലും ഞാനത് പാകത്തിന് വെള്ളം വെച്ചുകൊണ്ട് കുഴഞ്ഞ പരുവത്തിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ വെള്ളമായിപ്പോൾ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ. എന്നിട്ട് സ്വല്പം വെള്ളം അടിയിലുണ്ട്, അത് കുഴഞ്ഞ് വരുമ്പോൾ അത് മാറും. നല്ലപോലെ ഉടച്ചെടുക്കണം. ഇല്ല, ഈ പരുവത്തിന് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ചീനിപ്പുഴുക്ക് വെക്കുന്ന പോലെ, ചക്കപ്പുഴുക്ക് വെക്കുന്ന പോലെ നമുക്കിതിനെ ആക്കിയെടുക്കാം. പച്ചക്കായ കൊണ്ടുള്ള പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സ്വല്പം മീൻ കറിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം, തണുത്തിട്ടില്ല, തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. ഇപ്പോൾ ഈ രീതിയിൽ നമുക്കെല്ലാം ചെയ്ത് നോക്കാവുന്നതാണ്. ഷുഗർ ഉള്ളവർക്ക് ഇത് നല്ല ടേസ്റ്റാണ്. ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.